എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കുറേ കാലം കൂടി കൃത്യം ഒരു മാസത്തിന് ശേഷം അർബൻ ഫ്രീ റൈഡ് പൊളിച്ചടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സാധനമായിരുന്നു, പാൻറ് വെട്ടി തയ്ച്ച ഈ ഒരു ട്രൗസറായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നേരെ ഡെക്കാത്തലോണിൻ്റെ ചെറിയൊരു ഷോർട്സ് അങ്ങനത്തെ ഇതാണ് ഉപയോഗിക്കാറ്. പിന്നെ ഇതുപോലത്തെ ഒരു ജേഴ്സി, പിന്നെ ഗ്ലൗസ്, ഇതാണ് നോർമലി നമ്മൾ ഉപയോഗിച്ച് വന്നിരുന്നത് അർബൻ ഫ്രീ റൈഡും ഓഫ് റോഡും കാര്യങ്ങളും. കാലക്രമേണ നമ്മുടെ അടുത്ത് അത് രണ്ടും നശിച്ചു പോയി. ഒരെണ്ണം ട്രൗസർ നമ്മുടെ ഉണ്ടായിരുന്നത് പോയിട്ടാ, ആ ഒരു നല്ലോണം ഉണങ്ങുന്ന ഒരു ട്രൗസറായിരുന്നു. അതിൻ്റെ മെറ്റീരിയൽ എന്താണ് ഞാൻ അവിടെ പോയിട്ട് കാട്ടിത്തരാം, അത് വാങ്ങണം. പിന്നെ ഗ്ലൗസ് ഞാനിപ്പോൾ ഒരു എനിക്ക് തോന്നണത് ഞാനൊരു ഗ്ലൗസ് ഒരു സെറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുൾ കവേർഡ് ഗ്ലൗസ് ആണ്. കാരണം ഇപ്പോൾ വല്ലയിടത്തും വീഴാൻ പോവുകയാണെങ്കിൽ വല്ല കമ്പിയുമോ അല്ലെങ്കിൽ വല്ല മുള്ളുവേലിയുമോ അല്ലെങ്കിൽ ചിരലിലൊക്കെ പോയി കഴിഞ്ഞാൽ കൈ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നലെ 2 വട്ടം വീഴാൻ പോയി, നേരെ ചാലിലേക്ക് വീഴാൻ പോയി. വീഡിയോ കണ്ടില്ലെങ്കിൽ താഴെ ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഇതൊന്ന് വാങ്ങാം. കാറ്റുകാല നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ. കാറ്റുകാല ആയതുകൊണ്ട് തൊണ്ടയും എല്ലാം എന്തൊരു പണി വരണ പോലെ തോന്നുന്നുണ്ട്. അറിയില്ല, ജലദോഷവും കാര്യങ്ങളൊക്കെ കാലാവസ്ഥ മാറുന്നതോടുകൂടി. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്നലെ ഇവന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു, സർവീസും കാര്യങ്ങളെല്ലാം ഞാൻ അടിപൊളിയാക്കിയിട്ട് ചെയ്തു കൊടുത്തു. ഇന്ന് എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പോകുന്നു ഡെക്കാത്തലോണിലേക്കിട്ട്. ചെറിയൊരു പർച്ചേസിങ് ആണ്, ഒന്നുമില്ല. എനിക്ക് ചെറിയൊരു ഷോർട്സ് വാങ്ങണം. ഈ ഓഫ് റോഡ് ചെയ്യുമ്പോഴും ഇങ്ങനത്തെ ഇതും ജീൻസൊന്നും ഇട്ടിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റില്ല, നല്ല തിന്നായിട്ടുള്ള മെറ്റീരിയൽ തന്നെ വേണം. അപ്പോൾ ഓഫ് റോഡ് ചെയ്യാൻ MTB ഉപയോഗിക്കുന്നവർക്ക് ഉള്ള ചെറിയ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബഡ്ജറ്റ് നോക്കിയിട്ട് വേണം വാങ്ങാൻ. എത്ര വിലയാണെന്ന് എനിക്ക് അറിയില്ല, അത് അവിടെ പോകണം. പിന്നെ ഗ്ലൗസ് പറഞ്ഞ് നോക്കണം. അതുപോലെ തന്നെ ഡെക്കാത്തലോണിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് അറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഫൈനലി നമ്മൾ ഡെക്കാത്തലോണിലെത്തി ഗൈസ്. കുറേ കാലമായിട്ട് ഡെക്കാത്തലോണിലേക്ക് കുറേ ഗ്യാപ്പ് ഇട്ടിട്ടാണ് വരണത്. വർഷത്തിൽ 1-2 വട്ടമൊക്കെയാണ് ഞാൻ ഡെക്കാത്തലോണിലേക്ക് വരായിരുന്നുള്ളൂ. കഴിഞ്ഞ ഞായറാഴ്ച ഇവരുടെ ആനിവേഴ്സറി റൈഡ് ഉണ്ടായിരുന്നു, അതിനൊരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എത്താൻ പറ്റിയില്ല. നമ്മുടെ എറണാകുളത്ത് ഒരു 5 ലക്ഷത്തിൻ്റെ 6 ലക്ഷത്തിൻ്റെ സൈക്കിളിൻ്റെ ആ ബ്രോ എന്ന് വിളിച്ചിട്ടുള്ള ആ റീൽസ് ഇല്ലേ, അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടാണ്. അപ്പോൾ ശനി ഞായറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരിപാടികൾ ഉണ്ടാവുക, വീഡിയോ ഷൂട്ട് ചെയ്യാൻ. പക്ഷേ അതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് നോക്കിയിട്ട് തിരഞ്ഞെടുക്കും. അപ്പോൾ നമ്മൾ ഡെക്കാത്തലോണിൽ എത്തിയിട്ടുണ്ട്. ഇനി ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം. വല്ല ഓഫറും കാര്യങ്ങളൊക്കെ നടക്കണം. വല്ല ഡീറ്റെയിൽ ഞാൻ ഇന്ന് പറഞ്ഞു തരാം എവിടെ ഉള്ളത്. നിങ്ങൾ ആരെങ്കിലും കുറേ ഡെക്കാത്തലോൺ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോ, നല്ല പ്രൈസ് റേഞ്ചിലൊക്കെ കിട്ടും. ഇത് ST100 ആണ്, റോക്ക് റൈഡർ ST100 17,999. പ്രൈസ് റെഡ്യൂസ്ഡ് 19,000 ആയിരുന്നു, ഇതിന് 20,000 രൂപയായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ പ്രൈസ് ഡ്രോപ്പ് ചെയ്ത്. എനിക്ക് ഓർമ്മയില്ലാട്ടോ ഇതിൻ്റെ ആദ്യത്തെ പ്രൈസ് ഏതാണെന്ന്. കുറേ ഓഫേഴ്സ് നടക്കുന്നുണ്ട്, ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ, ഡെക്കാത്തലോണിൻ്റെ ഉള്ളിലേക്ക് കയറി. ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുണ്ടെന്ന് തോന്നിട്ടോ. സൈക്ലിങ്ങിൻ്റെ ജേഴ്സിയും കാര്യങ്ങളൊക്കെ എവിടെയാണാവോ? ഇവിടെ ഇല്ലല്ലോ. സൈക്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെയാണ് വരണത്. അവിടെ പോയി നോക്കി നോക്കാം. ഞാൻ ഇവിടെ നിന്നാണ് ഷൂ എടുത്തത്. എവിടെ നിന്നാണ്? ഇതല്ലല്ലോ, ഞാൻ ഗോവ ട്രിപ്പിന് വേണ്ടിയിട്ട് എടുത്ത ഷൂ. ഇതായിരുന്നു കേട്ടോ, ഈ ഷൂ ആയിരുന്നു ഗോവ ട്രിപ്പിന് വേണ്ടി എടുത്തത്. കുഴപ്പമൊന്നുമില്ല, ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും. നമുക്ക് സൈക്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് എവിടെയാന്ന് നോക്കിയിട്ട് അവിടുത്തെ ഓഫേഴ്സും കാര്യങ്ങളും നോക്കി നോക്കാം കേട്ടോ. ഇത് സോക്സ് ആണ്. സോക്സ് ഇതുകൾ വേണ്ട, എനിക്ക് ഗ്ലൗസ് ആണ് വേണ്ടത്. ഗ്ലൗസ് ആണ് തപ്പണത്. ഇതാണ് ഗ്ലൗസ്, ഇതാണ് വേണ്ടത് നമുക്ക് കേട്ടോ. ഈ സാധനം ഇതിന് എത്രയാ? 699. ഇവിടെ കുറച്ച് കമ്പനിക്കാരുണ്ട്, എനിക്ക് അവരുടെ അടുത്ത് ചോദിച്ച് നോക്കണം വല്ല ഡിസ്കൗണ്ടിൽ ഇപ്പോൾ വാങ്ങണതാണോ നല്ലത് ഗ്ലൗസ്, അതോ എപ്പോൾ വാങ്ങണതാണോ കേട്ടോ. അതൊന്ന് ചോദിച്ച് നോക്കിയിട്ട് ഞാൻ എന്തായാലും എടുക്കണുള്ളൂ. 699 രൂപയാണ് വില വരുന്നത്. ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് ഇട്ട് നോക്കിയോ കേട്ടോ. സൈസ് ഉണ്ട് ഇതിന്, ലാർജ് സൈസ്. എനിക്ക് ലാർജ് തന്നെ വേണമെന്നാണ് തോന്നണേ, നോക്കട്ടെ. ഇത് ലാർജ് സൈസ് കേട്ടോ. ലാർജ് സൈസ് എനിക്ക് ചെറുതാകുന്നുണ്ട്, എനിക്ക് XL എങ്ങാനും വേണ്ടി വരുന്നുണ്ട്, അറിയില്ല, നോക്കിയോട്ടെ. ടൈറ്റാണ് എനിക്ക്. ഇവിടെ റോക്ക് റൈഡറിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെനിക്ക് കുറച്ച് ടൈറ്റാണ്, ലാർജ് സൈസ് കേട്ടോ. ഇപ്പോൾ XL എടുത്തിട്ടുണ്ട്. എല്ലാത്തിനും സെയിം പ്രൈസാണെന്ന് തോന്നുന്നു കേട്ടോ. അതിനെക്കാട്ടും ബെറ്ററാ. ഇത് മതിയായിരിക്കും തോന്നുന്നുണ്ട്. ഇത് മതിയോ? സെറ്റല്ലേ? കുഴപ്പമില്ല. അടുത്ത സൈസ് ഉണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് ഇവിടെ ചെറിയൊരു ഇത് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തും ചെറിയൊരു പ്രൊട്ടക്ഷൻ എന്ന് പോലെ പറയാം, ആ ഒരു സെറ്റപ്പും വരുന്നുണ്ട് കേട്ടോ. യെസ് മിസ്റ്റർ പ്രശാന്ത് ഭായ്. ഞാനേ ഇനി വല്ല ഓഫറും വരുന്നുണ്ട് ഇവിടെ ഈ ഡിസംബർ? എന്തെങ്കിലും ഓഫർ? ഹൈബ്രിഡ് 120 റിവേഴ്സ് സൈഡ് 120 അല്ലേ?
500 ഏറ്റവും മേലത്തെ അല്ലേ? 27 എന്റെ വിലയുള്ളത് ഇപ്പൊ 20,000 വന്നിട്ടുണ്ട്. ഇപ്പൊ കൊള്ളാലോ. ഞാനേ ഈ ഗ്ലൗസും പിന്നെ സൈക്ലിങ്ങിന്റെ കുറച്ച് ഷോർട്സ് എടുക്കാൻ വേണ്ടി വന്നതാ. ഈ സാധനം വല്ല ഓഫർ വരും? ഇപ്പൊ ഞാൻ എപ്പോ ഇവിടെ നിന്ന് വാങ്ങി കഴിഞ്ഞാലും പിറ്റേ ദിവസം നിങ്ങൾ ഓഫർ ഇടും. അതായത് ചോദിക്കാൻ കാരണം. ഇത് ഒരെണ്ണം എടുക്കണം. പിന്നെ എനിക്കൊരു MTBയുടെ ഷോർട്സ് ഇല്ലേ ഒരെണ്ണം, അത് ഒരെണ്ണം എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. പാഡഡ് അല്ല, മറ്റേ ട്രൗസർ. ഈ സാധനം വിത്ത് പാഡായിട്ടാ വരണത് അല്ലേ? ഇത് പറഞ്ഞ ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ഇത് പക്ക ഇതെന്റെ തന്നെയാന്ന് തോന്നുന്നു അല്ലേ? MTBയുടെ തന്നെയാണ്ട്. ഇത് എനിക്ക് ലാർജ് വേണ്ടി വരും. എത്ര? 1000 രൂപ അല്ലേ? ബിൽറ്റ് ഇൻ ഫോം പാഡ്. ഉള്ളിൽ മറ്റേ ആ പാഡ് ഉണ്ടല്ലേ, അത് കൊള്ളാം. ഒരെണ്ണം ഒന്ന് എടുത്ത് കാട്ടിയെന്ന് സാധനം എങ്ങനെയുണ്ട് നോക്കിയോട്ടെ. ലാർജ് എടുത്തപ്പോ എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ മാറ്റാം. ഇതിനൊക്കെ ഓഫറിലൊക്കെ എടുക്കണ്ടായിരുന്നില്ലേ മുന്നൊക്കെ? അതുണ്ടോ ഇവിടെ പാഡിങ് ഇല്ലാത്തത്? ഇപ്പൊ വരുന്നില്ല പാഡിങ് ഇല്ലാത്തത്. അതാകുമ്പോ ഉള്ളിലൊരു ചെറിയ ഷോർട്സ് ഇട്ടാൽ മതി. നമ്മുടെ ചെറിയൊരു ഇവിടെ നിന്ന് തന്നെ കിട്ടില്ലേ ചെറിയൊരു ഷോർട്ട്, മറ്റേ ഇന്നർ ഷോർട്സ് പോലെ ഒരു ഷോർട്സ് ഉള്ളിലല്ലേ? ആ ഉള്ളിലിടണത്. അതിട്ടിട്ട് മറ്റേതിട്ട് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ആയിട്ട് കൊണ്ടുപോകാം. ഓ നൈസ്. ഇത് STയുടെ അല്ലേ? സ്പോർട്സ് ട്രയൽ ST. ഉള്ളില് ഈ പാഡ് ജെല്ലല്ലോ, ഫോം തന്നെയല്ലേ? 1000 രൂപയ്ക്ക് എന്തായാലും ജെൽ പാഡ് കിട്ടില്ല. നൈസ്. ഇതാകുമ്പോ പെട്ടെന്ന് ഉണങ്ങിക്കോളും. എലാസ്റ്റിക് ഇങ്ങനത്തെ എലാസ്റ്റിക് ആണ് അല്ലേ? ഓ ഇതൊന്ന് പിടിച്ചിങ്ങനെ നമുക്കൊരു പാട് വരും. ഇതാകുമ്പോ ഫോൺ വെക്കാനും ഇതില് ഇവിടെ ഫോണും വേണമെങ്കിൽ ഒരു റഗഡ് ഫീൽ ആട്ടോ. ഈ സിബൊക്കെ നോക്കി നൈസായിട്ടുണ്ട്. അപ്പൊ ഇതൊരെണ്ണം സൈസ് ഒരെണ്ണം നോക്കിയിട്ട് ഇതൊരെണ്ണം എടുക്കണം. ഇതാണ് സൈക്കിളിന്റെ ഇത് പറഞ്ഞത് കേട്ടാ. നമുക്ക് 120 എത്രയാ പറഞ്ഞത്? 14,000 കുറഞ്ഞത് 13 ആയിട്ടുണ്ടല്ലോ. ഇത് നല്ലൊരു ഓപ്ഷനാണ് ബഡ്ജറ്റ് ആയിട്ട് നോക്കണവർക്ക്. കുറച്ച് എക്സസൈസും ഇതൊക്കെ നോക്കണവർക്ക്. എന്താ അഭിപ്രായം? വളരെ കംഫർട്ടബിൾ ആയിട്ട്. ഇത് വെച്ചാൽ നമുക്ക് റേസിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നല്ലോ. വളരെ എൻഡുറൻസ് അതായത് എക്സസൈസും കാര്യങ്ങളും അങ്ങനത്തെ പർപ്പസിനൊക്കെ ആയിട്ട് ഞാൻ കുറെ പേർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കണതാട്ടോ. ഈ റിവർ സൈഡ് 120 അതിന്റെ മേലത്തെ അല്ലേ 500? അപ്ഗ്രേഡ് വെർഷൻ. അതിന് എത്രയാ? സസ്പെൻഷൻ ഉണ്ട്. 20,000 രൂപയ്ക്ക് മൈക്രോഫിറ്റ് ഫ്രണ്ടില് സിംഗിൾ ഗിയർ. പക്ഷെ വെർത്താണ് സംഭവം. അപ്പൊ നിങ്ങളുടെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതും ഉണ്ടാവും കേട്ടാ. അത് വേണമെങ്കിലും അതും നല്ലൊരു ഓപ്ഷനാണ്. റിവർ സൈഡ് 500 19,000 രൂപയ്ക്ക് ഇപ്പൊ എടുക്കുന്നുണ്ട്. എത്ര നാളുണ്ടാവും ഈ ഓഫർ? ഡിസംബർ ഈ ഇവിടെ വരെ ഈ മാസം ഡിസംബർ എൻഡ് വരെ ഉണ്ടാവുള്ളൂ അല്ലെ? അത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ബഡ്ജറ്റ് ആയിട്ട് നോക്കണം. അല്ലെങ്കിൽ കുറച്ചുകൂടി 20,000 കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഹൈബ്രിഡ് സൈക്കിളും ആ സസ്പെൻഷൻ നല്ല രസമായിരുന്നു. കയർക്ക് അറിയാം. ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ പ്രൈസിന്റെ ഗ്യാപ്പ് ആണെങ്കിൽ ഇപ്പൊ 7,000 രൂപയുടെ ഗ്യാപ്പ് പ്രൈസ് ഡിഫറൻസ് വരുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ ഫീച്ചേഴ്സ് ഒരുപാട് മാറ്റങ്ങളുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. റിം ആയാലും ബോഡി എല്ലാം വ്യത്യാസം വരും അല്ലേ? നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ വേറെ പുതിയ മോഡൽസ് വല്ലതും വന്നിട്ടുണ്ടോ? ഇത് ലിമിറ്റഡ് എഡിഷൻ അല്ലേ? ഇത് ലിമിറ്റഡ് എഡിഷൻ. കളർ മാത്രം വ്യത്യാസം വരുന്നത്. 25 ഇതിന് ഓഫർ വന്നിട്ടുണ്ട് അല്ലേ? ട്രൈബാൻ 120 അല്ലേ? 120 ഡിസ്ക് ഉള്ള മോഡൽ. ഫ്രണ്ടില് ഡ്യുവൽ, ഫ്രണ്ടില് 2. ഇത് സിംഗിൾ ആണ് ഫ്രണ്ടിൽ വരുന്നത്. അത് ഡ്യുവൽ ആണ് വരുന്നത്. ഇതിന് 36,000 അല്ലേ? 37,000 രൂപ അതിന് വില വരുന്നുണ്ട്. റോഡ് ബൈക്കിന്റെ ഇതൊക്കെ കിട്ടണമെങ്കിൽ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഇത് കാർബൺ ആണോ? ഫോർക്ക് കാർബൺ വരണേ? ഇത് സ്റ്റീല്, ഇത് കാർബൺ, ഇത് അലുമിനിയം വരുന്നത് കേട്ടോ. ഇത് ഞാൻ മറ്റേ തൃശ്ശൂർ ബൈക്കേഴ്സ് ക്ലബിന്റെ ഒരു ഇതിന് വന്നപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു ആ സാധനം. പിന്നെ മൗണ്ടൈനിൽ ഇതാണ് ഓഫർ. ഇത് ശരിക്കും 19,000 തന്നെയായിരുന്നു. 20 ഉണ്ടായിരുന്നു അല്ലെ? ഇപ്പൊ 18,000. ഇതല്ലേ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നത്? ഫ്രണ്ടിൽ. അതെ. എന്റെ മോനെ 540 30,000 രൂപയ്ക്ക് 540 ഉണ്ട് കേട്ടാ. 540 ഇവിടെ വല്ലതുണ്ടോ? നിലത്തുണ്ടോ വല്ലതും? താഴെ. ഓ മോനെ 540 സീൻ ഉണ്ടാ. 540 സ്റ്റോക്ക് ഉണ്ട് അല്ലേ? റാൾസന്റെ ടയർ, ഫ്രണ്ടില് ഡ്യുവൽ ക്രാങ്ക്, ബാക്കില് ഹൈഡ്രോളിക്. ഷിമാന വരണേ? ഷിമാന സീൻ സാധനം. എത്ര 40 അങ്ങോട്ടായിരുന്നു അതിന് വില? അതെ, അതെനിക്ക് ഓർമ്മയുണ്ട്. അത് 40,000 രൂപയായിരുന്നു വില വരുന്നുണ്ടായിരുന്നു കേട്ടാ. 540 40,000 ആണ്. ഇപ്പൊ 10,000 രൂപ കുറവുണ്ട്. 29,000 30,000 രൂപയ്ക്ക് കേട്ടോ ഇപ്പൊ കൊടുക്കണത്. അത് നൈസായിട്ടുണ്ട്. 30,000 രൂപയ്ക്ക് വെർത്താണ്. പിന്നെ വേറെ ഏതാ മോഡൽസ്? പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽസ്
കളറുകൾ വന്നിട്ടുണ്ട്, പുതിയ കളറുകൾ വന്നിട്ടുണ്ടല്ലേ. വേറെ ഹൈലൈറ്റ്. മൈ ബൈക്ക് വീണ്ടും വന്നാ പേര് മരുന്ന് ഇപ്പൊ ഏതാ മൈ ബൈക്ക് തന്നെ റീനെയിം ചെയ്തിട്ട് വീണ്ടും അതായത് മൈ ബൈക്ക് ബാക്ക് എന്ന് പറയുന്നത്. ഓ മൈ ബൈക്ക് പണ്ടത്തെ റിവ്യൂ കിട്ടി നമുക്ക് പഴയ. ശരിയാണല്ലോ അല്ലെ, പണ്ടുണ്ടായിരുന്ന ഇപ്പൊ കുറച്ചാൾ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ലേ. ST10 ആയിരുന്നു പേര്, പിന്നെ ഈ കുറച്ചുണ്ടായിരുന്നു രീതിക്കാക്കി. അടിപൊളി. അപ്പൊ മൈ ബൈക്ക് ഇസ് ബാക്ക്. 6000 രൂപയ്ക്ക് മൈ ബൈക്കും എത്തിയിട്ടുണ്ട് അല്ലെ. വേറെ പ്രത്യേകിച്ച് ഒന്നും പുതിയതൊന്നും ആയിട്ട് വന്നിട്ടില്ലല്ലോ. കാണാത്തത് ആരെങ്കിലും കളർ ചേഞ്ച് ഏതാ അടുത്ത വർഷം തന്നെ പുതിയത് വരലുണ്ട്. ഇപ്പൊ ഡിസംബർ ആയില്ലേ, അടുത്ത വർഷം പുതിയ ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇറക്കാനാവും. നിങ്ങൾ ഹൈബ്രിഡ് നോക്കണ്ടെങ്കിൽ ആ 120 നോക്കിക്കോ. 540 കിടലൻ ഓഫർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മറ്റേ 5 അതും കുഴപ്പമില്ല, അതിന്റെ മേലത്തെയും വലിയ കുഴപ്പമില്ല കേട്ടാ. ഇതാണ് ഇവിടുത്തെ സൈക്കിൾ കളക്ഷൻസ് ഫുള്ളുള്ളത്. റോക്ക് റൈഡറിന്റെ ഈ ഇലക്ട്രിക് ബൈക്ക് ST100 ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ST100 എത്രയായിരുന്നു ഇതിന്റെ ഇത് വരുന്നത്? ലോങ്ങസ്റ്റ് 100 ട്രാവല് എത്ര കിലോമീറ്റർ പോകുന്നു? 10-80 കിലോമീറ്റർ അടുപ്പിച്ചങ്ങോട്ട് പോകട്ടാ ഒരു ഒറ്റൊരു ഇതില്. റോക്ക് റൈഡർ ST100 85,000 രൂപ. ഒരു കിട്ടിലോസ്കി സാധന, ഒരു അടിപൊളി സാധനം. ഇതിന്റെ ഒരു റിവ്യൂ നമ്മുടെ ബ്രിൻഡോ ചേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാം ബ്രിൻഡോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്താണ്. അപ്പൊ ആളുടെ കയ്യിൽ നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ റിവ്യൂ ട്ടാ. അടിപൊളിയായിരുന്നത്. അത് ഫ്രണ്ടിൽ 1X ഇതൊക്കെയാ വരണം കേട്ടാ. ഫ്രണ്ടിൽ 1X ക്രാങ്ക്, ഫ്രണ്ടിൽ 1X ഒക്കെ വരുന്ന സാധനം റോക്ക് റൈഡറിന്റെ. നല്ലൊരു സാധനം, നല്ലൊരു MTV പ്രോപ്പർ ഒരു ഇലക്ട്രിക് ബൈക്കാണ്. ഇതിന്റെ തന്നെ വേറൊരു ഇലക്ട്രിക് ബൈക്ക് നമ്മുടെ സ്പെഷ്യലൈസറിന്റെ ലെവോ ടർബോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഏകദേശം ഒരു 8 ലക്ഷം രൂപ വില വരുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ എക്വാമാൻ ഇല്ലേ, എക്വാമാൻ സിനിമയിലത്തെ നടനില്ലേ, അവന്റെ പേര് ഞാൻ വിട്ടുപോയി. അവന് സ്പെഷ്യലൈസർ കൊടുത്തിട്ടുണ്ട് ഈ അടുത്തങ്ങോട്ട്, ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ കേട്ടോ. സ്പെഷ്യലൈസറിന്റെ ലെവോ ടർബോ എന്ന് പറഞ്ഞൊരു സാധനം. അത് കേരളത്തിലുണ്ട്. ഇവിടെ 7.5-8 ലക്ഷം ഉണ്ട്. പറ്റാണെങ്കിൽ നമുക്ക് അതിന്റെ റിവ്യൂ വീഡിയോ ചെയ്യാട്ടെ. ഞാനത് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ച് ആരോടും പറയാണ്ട് നിൽക്കായിരുന്നു. 8 ലക്ഷത്തിന്റെ സാധനം. അത് പക്ഷെ ചിലപ്പോൾ ഈ ആഴ്ച ബാംഗ്ലൂർക്ക് അവൻ കൊണ്ടുപോകുന്ന പറയുന്നുണ്ട് നമ്മുടെ ഒരു സുഹൃത്ത്. അറിയില്ല, നോക്കി നോക്കാം. പറ്റാണെങ്കിൽ അടിപൊളി സാധനമായിരിക്കും കേട്ടോ. ഞാനതൊക്കെ കാണാൻ പുറത്തേക്ക് പോകേണ്ടത് വരുന്ന വിചാരിച്ചത്, പക്ഷെ അത് ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു വീഡിയോയിൽ പറയാം. ഇതാണ് സാധനം വരുന്നത് കേട്ടോ. സംഭവം കൊള്ളാം, അടിപൊളിയാണ്. ഉള്ളില് ചെറിയൊരു ഈ സാധനം ഉണ്ട് കേട്ടോ. പാഡിങ് ഉണ്ട് ഉള്ളില്. ഇങ്ങനത്തെ ഒരു പാഡിങ് ഉണ്ട് കണ്ട, ഇങ്ങനത്തെ ഒരു പാഡിങ് ഉണ്ട് കേട്ടോ. പിന്നെ അതിന്റെ മേലക്കോടെയാണ് ട്രൗസറും കാര്യങ്ങളൊക്കെ വരണത്. ഇതാ ഉള്ളില് ഈ ഒരു ഇത് ട്രൗസർ, നോർമൽ ട്രൗസർ. ഉള്ളില് പാഡ് ഉണ്ട് പറഞ്ഞില്ലേ, ഇതാണ് ആ പാഡ്. സോ ഇങ്ങനെയാണ് അതിന്റെ ഒരു വർക്കിംഗ് വരുന്നത്. കൊള്ളാം, കുഴപ്പമില്ല. 1000 രൂപയ്ക്ക് ഇതാ ഈ സാധനം കണ്ട, ഇത് നൈസാ. റോക്ക് റൈഡർ. അതുപോലെ തന്നെ ഇവിടെ അതിന് ചെറിയൊരു ഇതുണ്ട് കേട്ടോ, എന്തെങ്കിലും ഹോൾഡ് ചെയ്ത് ഇടാനാണെങ്കിലും. പിന്നെ ഒരു റഗഡായിട്ടുള്ള ഒരു സിബും ഇതും വെച്ചിട്ട്. എൻ്റെ ഫോൺ കയറില്ലേ, നോക്കട്ടെ. എൻ്റെ ഫോൺ കയറുമോ? എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം കേട്ടോ ഒരു സാധനം വാങ്ങുമ്പോൾ. സെറ്റ് എന്ന് വെച്ചാൽ സെറ്റ് ബസ്സാ. ഫോൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഓക്കെ, പക്ഷെ സൈഡിലേക്ക് വീണ് കഴിഞ്ഞാൽ ഫോണിന്റെ അടപ്പ് തെറിക്കും, കിടന്ന് ആടൂട്ടാ. അതാണ് ഒരു പ്രശ്നം. കുഴപ്പമില്ല, സംഭവം അടിപൊളി കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യും. ഗൈസ്, അനിയന്റെ സ്കേറ്റ് ബോർഡും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവന് കൊടുത്തിട്ടുണ്ട് 5000 രൂപയുടെ സ്കേറ്റ് ബോർഡ് വാങ്ങാനുള്ള കാശ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. വരുന്ന പരീക്ഷയ്ക്ക്, ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് എല്ലാത്തിലും ജയിക്കണം. അവൻ ടോപ്പ് 10-ലൊക്കെ എടുക്കണത് ബാക്കിൽ നിന്ന് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് മാറി എല്ലാത്തിലും ജയിച്ചു കഴിഞ്ഞാൽ 5000 രൂപ ടേബിളിൽ ഇരിക്കുന്നുണ്ട്, പോയി വാങ്ങിക്കോന്ന് പറഞ്ഞു. എന്നോട് പോലും ചോദിക്കേണ്ടതാണ്. അപ്പോൾ സ്കേറ്റ് ബോർഡ് അവൻ ജയിച്ചു കഴിഞ്ഞാൽ സ്കേറ്റ് ബോർഡ് വാങ്ങാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അതിന് കുറച്ചുകൂടി ഐഡിയ കിട്ടും. എന്താണെന്ന് അറിയില്ല പരീക്ഷ. അപ്പോൾ അതും സ്കേറ്റ് ബോർഡ് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, ഷോപ്പിംഗ് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ ഇത് മാത്രം എടുത്തോളൂ കേട്ടോ. നമ്മുടെ ആ ഷോർട്സില്ലേ ഞാൻ ഇട്ട് നോക്കി, അതും പിന്നെ പുഷപ്പ് ചെയ്യുന്നൊരു പുഷപ്പ് ബാറും എടുത്തു. ഞാൻ ബാഗിലേക്ക് വെച്ചു. അത് രണ്ടും എടുത്തിട്ടുള്ളൂ. 1400 രൂപ. പിന്നെ ഗ്ലൗസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം. ഗ്ലൗസ് നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോൾ നമുക്ക് മൗണ്ടൻ ബൈക്കിംഗ് ഗ്ലൗസ് ST500ൻ്റെ ഒരു ഗ്ലൗസ് ഉണ്ട് കേട്ടോ. ഈ ഗ്ലൗസ് അത് കുറച്ചും കൂടി എനിക്ക് കണ്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതെ, എവിടെ മാറണില്ലല്ലോ. ഇതിൻ്റെ കുറച്ചും കൂടിയും കട്ടിയും അതുപോലെ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. ഗ്ലൗസിൻ്റെ കംഫേർട്ട്, അതുപോലെ തന്നെ ഓരോ ഇതുകൾ. ST500 ഞാൻ അവിടെ കണ്ടത് STയുടെ 100ൻ്റെ ഗ്ലൗസ് ആയിരുന്നു. അപ്പോൾ അതിന് ഭയങ്കര ക്വാളിറ്റി കുറവുള്ള പോലെ തോന്നിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തമ്പിൻ്റെ അവിടെയും
ഈ ഭാഗത്തൊക്കെ ഭയങ്കര ഇതിലുള്ള കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരെണ്ണം പർച്ചേസ് ചെയ്യാമെന്ന്. ഇത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടുള്ളൂ. ഇതും സെറ്റായിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് ആ ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് പക്ക ഒരു പ്രോ ലുക്ക് വന്നു കേട്ടോ. ശരിക്കും ആ ഡ്രസ്സിങ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്കൊരു 7800 രൂപയുടെ ഒരു നീ പാഡ് ഉണ്ട്. അത് ദുബായിൽ നിന്ന് അങ്കിളിനെ കൊണ്ട് പറഞ്ഞിട്ട് കൊണ്ടുവരിപ്പിക്കണം. അതുകൊണ്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്കാ മൗണ്ടൻ ബൈക്കിംഗ് ആ ഒരു സെറ്റായിട്ടാണ്. ശരിക്കും ആ ഒരു പ്രോ ലുക്കിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഇതുകൂടി പർച്ചേസ് ചെയ്യണം. എന്തായാലും നോക്കട്ടെ. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോയ്ക്ക് ആയിട്ട് കാണാം. മിക്കതൊരു റേസ് വ്ളോഗ് ആയിരിക്കും. അടുത്തൊരു വീഡിയോ കാണാം. സ്റ്റിൽ ദെൻ ബൈ.